നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അച്ഛന് തുല്യമായി കാണുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പോലും കൈവിട്ടു. എന്ത് ചെയ്യാം, വിനാശകാലെ വിപരീത ബുദ്ധി. സുകുമാരൻ നായർ കൂടി കൈവിട്ടതോടെ കട്ടക്കലിപ്പിലായി ഗണേഷ് കുമാർ. അച്ഛന്റെ കൂടെ നിന്നവരാണ് കാലുവാരിയതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇന്ന് എന്നെ കുതികാൽ വെട്ടിയവന്മാർക്ക് വരെ എന്റെ സഹായം തേടിയവന്മാരാണ്. അത് വിജയൻ അറിയാം. എന്റെ കുതികാല് വെട്ടാൻ നടക്കുന്നവന്മാര് എന്റെ ഔദാര്യവും സഹായവും തേടിയവരാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളറിയാം. എന്റെ അച്ഛന്റെ എച്ചിൽ നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാറികൾ ചിലരുണ്ട്. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാര് അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്തതിന് ശേഷം ബാലകൃഷ്ണയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാറിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്കൊന്നുമില്ല. ബാലകൃഷ്ണപിള്ളയോടാണ് നന്ദിയോട് കാണിച്ചത്, നിങ്ങളോടല്ല. എല്ലാം 64 വർഷം നായർ സർവീസ് സൊസൈറ്റിയെ പത്തനാപുരത്ത് വളർത്തിയെടുത്ത ഒരു പിരിവില്ലെന്ന് ആലോചിക്കണം. 300 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കി. ഇതൊരു പൈസ ഒരു നായരുടെ ഇത് പിരിച്ചിട്ടില്ല ബാലകൃഷ്ണ. ബാലകൃഷ്ണപിള്ളയാണ് കുതികാൽ വെട്ടിയത്. മരണശേഷം കുതികാല് വെട്ടിയവന്മാരെ ദൈവം വെറുതെ വിടത്തില്ല എന്നുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ നാട്ടുകാർ എങ്ങനെ ജയിച്ചതെന്നും തോറ്റെന്നും നമുക്ക് അറിയാമല്ലോ. അങ്ങനെ 3 തവണ തോറ്റിട്ട് പിന്നെയും നിൽക്കുമ്പോ ആരാ സഹായിച്ചെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടു, ഇതൊന്നും നല്ലതല്ല. ഇതുപോലുള്ള അലവരാതികളെ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കണ്ടേ എന്ന് മാത്രം ദൈവത്തോട് മോൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നിനു പുറകെ മറ്റൊന്നായി വരിഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധികളിൽ ഉഴലുന്ന കെ ബി ഗണേഷ് കുമാറിന് സ്വന്തം തട്ടകത്തിൽ പോലും കനത്ത പ്രകരമാണ്. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ടതോടെ ഗണേഷിനെ ജി സുകുമാരൻ നായർ പൂർണ്ണമായും കൈവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പത്തനാപുരത്തെ പത്മ കഫേ അഴിമതി ആരോപണം മുതൽ വാളകത്തെ കുടുംബ പ്രശ്നങ്ങളും കൊട്ടാരക്കര കോടതിയിലെ സോളാർ കേസും വരെ ഗണേഷിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് NSSന്റെ ഈ നീക്കം മന്ത്രിക്കോട്ടയിൽ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. പത്തനാപുരം യൂണിയന്റെ 64 വർഷത്തെ പാരമ്പര്യമുള്ള നേതൃത്വത്തിൽ നിന്നാണ് ഗണേഷിനെ ഇപ്പോൾ പുറന്തള്ളിയിരിക്കുന്നത്. 4 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച പത്മ കഫേയിലെ സാമ്പത്തിക ക്രമക്കേടുകളാണ് സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചത്. അതാണ് പിരിച്ചുവിടലിലേക്ക് നയിച്ച കാരണവും. ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച് 11 ഭരണസമിതി അംഗങ്ങൾ സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരിയിലെത്തി രാജിക്കത്ത് നൽകി. മുരാരി ബാബുവിനെ കൈവിട്ടതുപോലെ ഗണേഷിനെയും NSS നേതൃത്വം അതിവേഗം ഉപേക്ഷിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. യൂണിയൻ തന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന ഗണേഷിന്റെ അവകാശവാദം കരയോഗം അംഗങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കി. പിരിച്ചുവിടലിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കുന്നത്, കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കും. ഈ 13 പേര് രാജി സമർപ്പിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഏകാധിപതിയൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഏകാധിപത്യം പല സ്ഥലത്തും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഏകാധിപതി അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു ദിവസം രാവിലെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആളല്ലേ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നായരുടെ ആളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നായരുടെ മാത്രം ആളാണ് അല്ല. ഞാനൊരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. എന്നിൽ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിൻ്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ടാണ്. അല്ല അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ എന്ത് വിരോധമാണ്? എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും അസഭ്യം പറഞ്ഞില്ല. ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഇല്ല. അത് എൻ്റെ അന്തസ്സാണ്, എൻ്റെ മാന്യതയാണ്. അത് ഞാൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. പ്രായത്തിൽ എൻ്റെ പിതാവ്, ഞാൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിനെ കാണുന്നത് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം എൻ്റെ പിതൃതുല്യനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഇത്തരത്തിലൊരു തർക്കം വേണ്ട, എൻ്റെ രാജിക്കത്ത് കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വാങ്ങാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതിന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. ഞാൻ രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ രാജിവെച്ച് പോയിക്കോളാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒന്നാമത് രാഷ്ട്രീയം, മന്ത്രിയുടെ പണി, പാർട്ടിയുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ പത്തനാപുരത്തിൻ്റെ ജനങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ ഈ സിനിമ, ഇങ്ങനെ എനിക്ക് എൻ്റെ തൊഴിലുണ്ട്. എനിക്ക് ജീവിക്കാനൊരു തൊഴിലുണ്ട്. ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യാനുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛൻ്റെ ചുമതല, അച്ഛൻ എടുത്തിരുന്ന ചുമതല ഈ പത്തനാപുരത്തെ നായർ സമുദായം വോട്ടിട്ട് എന്നെ ഏൽപ്പിച്ചാണ്. ഞാൻ ഓടിളക്കി വന്ന ആളല്ല. ഒരു പാനലായി മത്സരിച്ചാണ് ഞാൻ NSSന്റെ വൈസ് പ്രസിഡന്റ് ആവുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പാനൽ, 2 പാനൽ നമ്മൾ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച ആൾ ഞാനാണ്.
283 വോട്ട് കിട്ടി ജയിച്ച ആളാണ് ഞാൻ. അതായത് ഭൂരിപക്ഷം. എനിക്കെതിരെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളിന് കിട്ടിയത് വെറും 5 വോട്ടാണ്. ബാക്കി 185 വോട്ട് വാങ്ങിച്ച് ജയിച്ച ആളാണ് ഞാൻ. വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ഞാൻ. ജനാധിപത്യം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് പറയാൻ? പിരിച്ചുവിട്ട് ഈ പാരാണി മാറി നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഉപകാരം പറ്റിയവരാണ്. അവർ നയിക്കട്ടെ, ഞാനൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന്. ആരെങ്കിലും നയിച്ചാൽ പോരെ? ആര് നയിച്ചാൽ എന്താ? ഏത് പദവിയിലും ഈ ലോകത്ത് ആർക്കും ഇരിക്കാം. ആരുടെയും കുടുംബ പാരമ്പര്യമോ സമ്പത്തോ ഒരാളുടെ കഴിവിൻ്റെ മികവോ ഒന്നുമല്ല നമ്മുടെ ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, മഹാത്മജിയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറും ജനാധിപത്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ വലിയ വിദ്യാഭ്യാസം വേണ്ട, ഏതൊരു 18 വയസ്സ് കഴിഞ്ഞ 21 വയസ്സ് കഴിഞ്ഞ ഏതൊരു ബുദ്ധിസ്ഥിരതയുള്ള ഏത് പൗരനും ഇരിക്കാം ജനാധിപത്യത്തിൽ. അത്രയേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ടല്ലോ, അത് കണ്ടാൽ നിങ്ങൾക്ക് വേറും ദിവസം ഇതിന്റെ പുറകിൽ ഒരു വീട്ടിൽ നിന്ന് എനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വീട്ടിൽ തന്നെ 2 പേര് കമ്മിറ്റിയിലുണ്ട്. രാഷ്ട്രീയല്ലേ? ഈ വെച്ച കമ്മിറ്റിയിൽ 2 പേരുണ്ട് ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ഉദ്ദേശം എന്താണ്? പിന്നെ അതുകൊണ്ട് നായർ സമുദായത്തെ സ്ഥാനം മാറിയെന്നും പറഞ്ഞ് എന്നെ ജനങ്ങൾ കൈവിടില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരും ഉണ്ട്. പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനൊരു ഏകാധിപതിയാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ പറയില്ല. ഈ വോട്ട് ഭിന്നിച്ചു പോകുന്നുള്ള ആശങ്കയൊന്നും ഒരാശങ്കയില്ല. എന്തോ വോട്ട് ഭിന്നി? ഞാൻ നായർ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. ഞാൻ ഒന്നുമല്ലല്ലോ, ഞാനൊരു സാധാരണ കരയോഗത്തിലെ അംഗം എന്നുള്ളതല്ലാതെ. എല്ലാ മതത്തിലും ഇപ്പം പള്ളിയിൽ പോകുന്ന ആൾ ജമാഅത്തിലൊരു അംഗമായിരിക്കും, പിന്നെ ചർച്ചിൽ പോകുന്ന ആൾ ഒരു അവിടുത്തെ ഇടവകയിലൊരു അംഗമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു കരയോഗത്തിലെ മെമ്പറാണ്. എനിക്കെന്താ? ഇപ്പം ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ SNDP യോഗത്തിൽ അവരൊരു മെമ്പറായിരിക്കും. അത് സാധാരണ ഈ നാട്ടിൽ ആദ്യത്തെ ആളാണോ? അല്ലല്ലോ. പിന്നെ ഈ സ്ഥാനം ഒന്നും കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല. സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്ന അതിനെ ഞാൻ പിതൃതുല്യനെ ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല. സാറേന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്നോട് വളരെ അടുപ്പമായിരുന്നു. 2 ദിവസം മുമ്പേ പത്മ കഫേയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫേ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്ത KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണമെടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്ക് എന്തോ അസുഖം, ആ പറഞ്ഞവൻ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കണം. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പേടിയുണ്ട്. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല, എന്നോട് ആരും കൈക്കൂലി ഇരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ല. എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല, ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നവനല്ല, അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല. എൻ്റെ ആദർശമാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നക്കാപ്പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതി വന്നാൽ അന്ന് രാഷ്ട്രീയം മതിയാക്കുമെന്നാണ് പറയുന്നത്. ഗണേഷ് കുമാർ പൈസ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. വെറും ഒരു ഭരണസമിതി പിരിച്ചുവിടൽ മാത്രമല്ല ഇത്. വാളകത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളും മന്ത്രിക്കുണ്ടാക്കിയ പ്രതിച്ഛായമൽ ചെറുതല്ല. ഇതിനു പുറമെ കൊട്ടാരക്കര കോടതിയിൽ സോളാർ ഗൂഢാലോചന കേസിലെ വിചാരണയും ഗണേഷിന് തലവേദനയായി. രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയങ്ങളെല്ലാം ആയുധമാക്കുമ്പോൾ ഒപ്പം നിന്നിരുന്ന സമുദായ സംഘടന കൂടി പിണങ്ങിയത് വലിയ തിരിച്ചടിയാണ്. ഇതിനിടെ ഭാര്യയ്ക്ക് ചില സർക്കാർ കരാർ കിട്ടിയതുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പത്തനാപുരത്ത് ഇത്തവണ ഗണേഷിന് ജയിച്ചേ മതിയാവും. എന്നാൽ NSS ഔദ്യോഗികമായി കൈവിട്ടതോടെ അടിത്തറ ഇളകുമോ എന്ന ഭയത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്രങ്ങൾ. 148 കരയോഗ അംഗങ്ങളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആസ്തിയുള്ള യൂണിയൻ ഭരണത്തിൽ നിന്ന് പുറത്തായതോടെ താലൂക്കിലെ വോട്ട് ബാങ്കിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അഡ്വ കമ്മിറ്റി ചുമതലയേറ്റതോടെ യൂണിയൻ ആസ്ഥാനത്തെ ഗണേഷിന്റെ അപ്രമാദിത്വത്തിന് അറുതിയായിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അഗ്നിപരീക്ഷയെ ഗണേഷ് കുമാർ എങ്ങനെ അതിജീവിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് സ്വന്തം പാർട്ടിക്കാരുടെ ഒരു ശക്തി പ്രകടനം നടന്നു. ആഹ്വാന ശക്തിയായിരുന്നു. സംസ്ഥാനത്തിന്റെ മുക്കുമൂലയിലും എന്ന് വേണ്ട, രാജ്യത്തിന്റെ മുക്കുമൂലയിലും ആരൊക്കെ ഈ പാർട്ടിയുടെ പേരിലുണ്ടോ അവരെല്ലാം പ്രകടനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഈ അഖിലേന്ത്യാ പാർട്ടി. എണ്ണാമെങ്കിൽ എണ്ണിക്കൂ, എണ്ണം തെറ്റാതെ എണ്ണണം എന്നാണ്
ആ പ്രകടനത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം. പിന്നെ ഞാൻ ഈ അഖിലേന്ത്യാ പാർട്ടി എന്ന് പറഞ്ഞത് അങ്ങ് ബംഗാൾ ഘടകത്തിൽ നിന്ന് വരെ പ്രവർത്തകർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവരൊക്കെ അവരുടെ ഭാഷയിലാണ് മുദ്രാവാക്യം ഏറ്റുവിളിച്ചത്. പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ വികസന വിപ്ലവനായകൻ ശ്രീ കെ ടി ഗണേഷ് കുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പടുകൂട്ടൻ യാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഈ വ്യവസായികളുടെ ജനനായകന് കേരളത്തിന്റെ ആരാധനായ ജനാധിപത്യമുണ്ട്. പത്തനാപുരത്തിന്റെ ജനനായകൻ നാടിന്റെ സമസ്ത മേഖലകളിൽ വികസനത്തിന്റെ വെള്ളിയിൽ ചവിട്ടിച്ച നമ്മൾ വിചാരിച്ചാൽ ജയിച്ചു പോകും. കേറി കിടക്കും. എങ്ങോട്ടാ പോകുന്നത്? കല്ലിക്കടാണോ? പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ വികസന വിപ്ലവനായകൻ, കഴിഞ്ഞ 25 വർഷക്കാലം പത്തനാപുരം നിയോജക മണ്ഡലത്തെ എന്റെ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമസ്ത മേഖലകളിൽ പത്തനാപുരത്തിന്റെ മുക്കിലും മൂലയിലും വികസനത്തിന്റെ വിപ്ലവം തീർത്ത വികസന നായകൻ ശ്രീ കെ ടി ഗണേഷ് കുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ കെ ടി ഗണേഷ് കുമാറിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കേരള കോൺഗ്രസ് പി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അടികൂട്ടൽ ജാഥയാണ്
ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് കേരളത്തിന്റെ ആരാധനായ ഗതാഗത വകുപ്പ് മന്ത്രി, പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ വികസന വിപ്ലവ നായകൻ, കേരള കോൺഗ്രസ് ബിയുടെ ആരാധനായ ദൈവമാണ്. കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് പത്തനാപുരത്തിലെ തന്റെ കണ്ണിലെ കൃഷ്ണമണിഭവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമസ്ത മേഖലകളിൽ വികസനത്തിന്റെ വെല്ലുവിളിച്ചെത്തിച്ചുകൊണ്ട് വികസനത്തിന്റെ വിപ്ലവം തീർത്ത പത്തനാപുരത്തിന്റെ വികസന നായകൻ, പത്തനാപുരത്തിന്റെ ജനകീയനായ MLA ശ്രീ KD ഗണേഷ് കുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ബി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പത്തുകൂട്ടൻ ജാഥ ഈ പത്തനാപുരത്തിന്റെ വിരിമാറിലൂടെ കടന്നു വരികയാണ്. കേരളത്തിന്റെ ജനറൽ ഗതാഗത വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രി, പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ വികസന വിപ്ലവ നായകൻ, കഴിഞ്ഞ 25 വർഷക്കാലം പത്തനാപുരം നിയോജക മണ്ഡലത്തെ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ സമസ്ത മേഖലകളിൽ വികസനത്തിന്റെ ഏറ്റവും തീർത്ത പത്തനാപുരത്തിന്റെ വികസന നായകൻ ശ്രീ KD ഗണേഷ് കുമാർ ഐക്യദാർഢ്യം പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ വികസന വിപ്ലവ നായകൻ ഗണേഷ് കുമാറിന്റെ കരങ്ങൾക്ക് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഗണേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് എന്തിനാ ഇപ്പോൾ ഒരു ശക്തി പ്രകടനം നടത്തിയത്? എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തിന്റെ ശക്തിയാണ് ഇവർ തെളിയിച്ചത്? ഈ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ് ഏറ്റവും വലിയ തമാശ. ധീരതകൾ തുടരട്ടെ, ആർജവത്തോടെ തുടരട്ടെ, ഗണേശൻ ഇനിയും തുടരട്ടെ, ഗണേശൻ ഇനിയും നയിക്കട്ടെ എന്നാണ് അതിൽ മുഴങ്ങിക്കേണ്ട മുദ്രാവാക്യം. ഇതാർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. എന്നെ പൊങ്കാലിടാനല്ല പറഞ്ഞത്, നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം പങ്കുവയ്ക്കാനാണ് പറയുന്നത്.